ഷീതു. മേഡം ആ സൗരവ് എന്ന് പറഞ്ഞ ചക്കല്ലേ? സൗരവ് പഞ്ചായത്ത് മെമ്പർ. ആ പഞ്ചായത്ത് മെമ്പറുമായി എന്തെത്തും നിലവിളിക്കണം. എത്ര നേരം ഞാൻ ശ്രമിക്കണം, ഉറങ്ങണമില്ല ചക്കേ. അവൻ സ്നേഹം കൊടുക്കൂ. എത്ര വെച്ചാൽ കൊടുക്കുക സാറേ? ഇത് സ്നേഹത്തിന്റെ പിൽസില്ലേ, അത് പൊടിച്ചു കൊടുക്കൂ. അല്ല അതൊന്ന് മുഴുവൻ കൊടുക്കണോ? ഒരെണ്ണം മുഴുവൻ കൊടുക്കാറുണ്ടോ? ഹാഫ് അല്ലേ കൊടുക്കാറുള്ളൂ? പൗതിയല്ലേ? പൗതി നമ്മൾ കൊടുത്തു, എന്നിട്ടും ചെക്ക ഉറങ്ങില്ലാന്ന്. അപ്പൊ അവനെ വേറെ സ്നേഹം കിട്ടാഞ്ഞിട്ടാ. അയ്യോ, ഞാൻ കൊടുത്തോളാം. വേണ്ട മേഡം, ഞാൻ എങ്ങനെയെങ്കിലും ഉറക്കിക്കോളാം ചെക്കനെ. വേണ്ട, നിങ്ങളൊക്കെ പോലെ ഹൃദയർ. അവൻ എന്താ ചെയ്യേണ്ടത്? വേണ്ട ശ്യാമു. മേഡം പറയണ്ടില്ലേ, ഭദ്രകാളി പോകുമ്പോലെ എനിക്ക് തന്നെ ആ വടിയുടെ വേദന സഹിക്കുന്നില്ല. കഷ്ടം. എന്താണ് ഇവിടെ? നിനക്ക് ഉറങ്ങാൻ അറിഞ്ഞൂടെ? നിനക്ക് എന്താണ് പറഞ്ഞ മനസ്സിലാവാത്തത്? നിന്നോടല്ലേ ഉറങ്ങാൻ പറഞ്ഞത്? എല്ലാ പിള്ളേരോട് ഉറങ്ങുന്നുണ്ടല്ലോ. കരഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, കരയുന്നായിരുന്നോണ്ട് ഒരു പൊഴുതുണി കുത്തി കെട്ടി പിന്നെ നിങ്ങൾക്ക് ഈ കൊച്ചുങ്ങൾ ഇറക്കാൻ അറിഞ്ഞൂടെ? കരയുന്നായിരുന്നോണ്ട്. അതേപോലെയുള്ള പിള്ളേരാണല്ലോ ബാക്കിയല്ല. നിനക്ക് മാത്രം എത്ര അഹങ്കാരം? കുറെ രാക്ഷസ പിള്ളേരെ ഇറങ്ങിക്കോളും കൂടെ. തോട പൊട്ടിക്കാൻ വേണ്ടത്. ഇനി അവിടെ നിന്ന് കരഞ്ഞ ഇനി നാട്ടുകാർ കൂടട്ടെ. സാറിത് വിശ്വസിക്കരുത്. ഞങ്ങൾക്ക് മക്കളില്ല. ഞങ്ങൾ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ ഇവിടുത്തെ കുഞ്ഞുങ്ങളെ കണ്ടേക്കണത്. മിണ്ടരുത്. വ്യക്തമായ തെളിവായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നേക്കണേ. നിങ്ങൾ കുട്ടികളെ ഉപദ്രവിക്കുന്നതിന്റെ വീഡിയോ ക്ലിപ്പ് ഞങ്ങൾ കണ്ടു. ഈശ്വര, എന്തൊക്കെ പറയണ സാറേ? കാണിച്ചു തരാം. ഇതാരാണ്? സാറേ, എല്ലപ്പോഴും അനുസരണ ഇല്ലാത്ത കുട്ടികളെ അനുസരണ പഠിപ്പിക്കാൻ ചെറുതായിട്ടൊന്ന് തല്ലും. അല്ലാതെ ഞങ്ങള് ഈ പ്രായത്തിലുള്ള കുട്ടികളെ തല്ലിയാണ് വളർത്തേണ്ട, അങ്ങനെയാണോ പഠിപ്പിക്കേണ്ട? സാറേ, ഈ സ്ഥാപനത്തിൽ തന്നെ വർക്ക് ചെയ്യുന്ന മൊയ്തു എന്ന് പറയുന്ന ഒരു കക്ഷി എനിക്ക് അയച്ചു തന്ന വീഡിയോ ക്ലിപ്പാണിത്. അയാൾ ഇതിനൊക്കെ കാരണം സാറേ. അയാൾക്ക് ശമ്പളം കൂട്ടി കിട്ടാത്തതിന് ചെയ്ത് പണിയായതൊക്കെ. സാറേ, സാമൂഹ്യ സുരക്ഷാ വകുപ്പിൽ ഈ ഡേ കെയർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചാ സാറേ? എവിടെ? അതൊന്നും കാണില്ല. ഇല്ല, ചെയ്തിട്ടുണ്ട് സാറേ. ഉണ്ട് സാർ. ചെയ്തിട്ടുണ്ടോടി? ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങണമെന്ന് തോന്നി കുറെ രക്ഷകർത്താക്കൾ കുട്ടികളെ കൊണ്ട് കൊടുത്തു. പിന്നെ തോന്നിയ പാടാ. സാറേ, എന്റെ കൊച്ചിനെ അടിച്ചിട്ട് ഇതേ കാലിന്റെ മുകളിൽ നിന്ന് അവന്റെ പാട് ഇപ്പോഴും പോയിട്ടില്ല. ഇവര് കൊച്ചുങ്ങൾ ഉറങ്ങാതെ വരുമ്പോ ഇവരെന്താ ചെയ്യാന്നറിയാമോ? ഉറക്ക ഗുളിക കോളയിൽ കലക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കും. സാറെ, കുട്ടീനെ കൂട്ടാൻ വരുമ്പോഴേ കുട്ടി ഉറങ്ങി തളർന്നിട്ടാ കിട്ടണത്. രാത്രി 12 മണിയാവും എണീക്കുമ്പോ. പിന്നെ അയ്യോ, ഇത് എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടുള്ള പച്ച കള്ളമാണ് സാറേ, പച്ച കള്ളം. സാറേ, ഞാൻ ഇവരെ ചെവിക്കല്ല് നോക്കി കൊടുക്കട്ടെ. സാർ കണ്ടോ, ഇവരാണ് കുട്ടികളെ ഉപദ്രവിക്കേണ്ടവർ, അല്ലാതെ ഞങ്ങളല്ല. അതെ സാറേ, ഞങ്ങളുടെ മുനിസിപ്പൽ ചെയർമാൻ അല്ലേ? ഞങ്ങൾ വോട്ട് ചെയ്തല്ലേ സാറിന്? ഞങ്ങളെ സാറെങ്കിലും വിശ്വസിക്കണം. ഞങ്ങളൊരു തെറ്റ് ചെയ്തിട്ടില്ല സാറേ. എന്റെ മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ ഒരു ബാലപീഡനം നടക്കണ്ടെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത്. നിങ്ങൾ ഇനി ജീവിതത്തിൽ എനിക്ക് വോട്ട് ചെയ്തതിനും വേണ്ടിയില്ല. ഈ ഒരു അനീതി സമ്മതിക്കാൻ പറ്റില്ല സാറേ. രാഘവേട്ട, നിങ്ങൾ എന്റെ പുറകെ നടന്നിട്ട് എന്താ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ഞാൻ അന്നേ സൂചിപ്പിച്ചില്ല നിങ്ങളോട്. സാറേ, എത്രയോ നല്ല ഡേ കെയറുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കും കൂടെ നാണക്കേടാണ് ഇതുപോലുള്ള തട്ടിപ്പുകാർ നടത്തുന്ന സ്ഥാപനങ്ങൾ. ശീതള, ഈ നിൽക്കുന്ന സതീശേരൻ തെളിവ് സഹിതം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് സെക്ഷൻ 75 പ്രകാരവും IPC 323 പ്രകാരവും കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നാലും കുറച്ച് നാൾ അകത്ത് കിടക്കാം. രണ്ടിനെ വണ്ടി കയറ്റി